1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വേദഭാഗങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വേദഭാഗങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമോ അവൻ തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. മതി, പ്രൈസലോ. ഇവിടെ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യം, ആ സാക്ഷ്യം വിശ്വസിച്ച ദൈവമക്കളുടെ അകത്തളങ്ങളിൽ വസിക്കുന്നുവെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. 10-ാമത്തെ വാക്യം, ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദി ആക്കുന്നു. സ്തോത്രം. ഇപ്പൊ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം, ആ സാക്ഷ്യം വിശ്വസിച്ച ഓരോ ദൈവമക്കളുടെയും അകത്തളങ്ങളിൽ വസിക്കുന്നു. പ്രൈസലോ. ഇനി ആ സാക്ഷ്യം എന്താണെന്ന് അടുത്ത ഭാഗത്ത് പറയുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവനെ തന്നു. പ്രൈസലോ. അടുത്തത് ശ്രദ്ധിക്കണം. ആ ജീവന് അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവൻ എന്തുണ്ട്? ജീവനുണ്ട്. ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. പ്രൈസലോ. അപ്പോൾ ദൈവം നമുക്ക് നിത്യജീവനെ തന്നു. പ്രൈസലോ. എങ്ങനെയാ നിത്യജീവനെ തന്നത്? ആമേ പുത്രനിലൂടെ ആ നിത്യജീവനെ നൽകി തന്നു. പ്രൈസലോ. വളരെ വ്യക്തമായി പറയുന്നു, ആ ജീവൻ എവിടെയാ ഉള്ളത്? പുത്രനില ഉള്ളത്. പ്രൈസലോ. ആമേ പുത്രനുള്ളവൻ എന്തുണ്ട്? ജീവനുണ്ട്. ദൈവപുത്രൻ ഇല്ലാത്തവന് എന്തില്ല? ജീവനില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയും. അർത്ഥാൽ ഇതിനെ ക്രോഡീകരിച്ച് ഞാൻ പറയാം. ആമേ സുവിശേഷം. പ്രൈസലോ. ആമേ സുവിശേഷം എന്താണ്? ആരെക്കുറിച്ചാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യ ജീവൻ ഉണ്ട്. പ്രൈസലോ. യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? ജീവനുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്തുണ്ട്? നിത്യ ജീവനുണ്ട്. പ്രൈസലോ. ആമേൻ. വചനം പറയുന്നു, നമ്മൾ കേട്ട ആ സുവിശേഷം ആരെക്കുറിച്ചാ? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ സുവിശേഷം പ്രൈസലോ ഇന്ന് എവിടെയാണ് അധിവസിക്കുന്നത്? നമ്മിൽ അധിവസിക്കുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസലോ. ആ ജീവൻ നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ. ആമേൻ. ആ സാക്ഷ്യം, പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിച്ച നിമിഷത്തിങ്കൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രൈസലോ. ആമേൻ. ആമേൻ. എന്ത് കടന്നു വന്നു? ആ സാക്ഷ്യം കടന്നു വന്നു. ഏത് സാക്ഷ്യം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ആമേൻ. ആ സാക്ഷ്യം എന്താണ്? അവനിൽ ജീവനുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വസിച്ച ദൈവമക്കളുടെ അകത്തളങ്ങളിൽ യേശു ക്രിസ്തുവിലൂടെ ഒരു ജീവൻ വ്യാപരിക്കുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ആമേൻ. എന്തിനാണ് ഈ സാക്ഷ്യം നമ്മുടെ അകത്തേക്ക് ദൈവം തന്നത്? പ്രൈസലോ. ആമേൻ. വിശ്വസിച്ച നിമിഷത്തിങ്കിൽ ഈ സാക്ഷ്യം നമ്മുടെ അകത്തു വന്നു എന്നാണ് വചനം പറയുന്നത്. എന്തിനാണ് ഈ സാക്ഷ്യം നമ്മുടെ അകത്തേക്ക് തന്നത്? നമ്മൾ കേട്ട സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയാണ് ഈ പ്രസംഗം. പ്രൈസലോ. ആമേൻ. എന്തിനാണ് ഈ സാക്ഷ്യം നമ്മുടെ അകത്തേക്ക് തന്നത്? ഒരു വാക്യം കൂടെ വായിച്ച് 1 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വേദഭാഗം. 1 തെസ്സലോനിക്കർ 1:8. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. തെസ്സലോനിക്ക സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാ,
നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ അകത്ത് ദൈവം ഒരു സാക്ഷ്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സാക്ഷ്യം ആരെക്കുറിച്ചാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ. ആ സുവിശേഷം നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുകയാണ്. ആ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഇനി എങ്ങോട്ട് വ്യാപരിക്കണം? നിങ്ങളായിരിക്കുന്ന ദേശത്തിലേക്ക് വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു അഖായിൽ മാത്രമല്ല, സകല ദേശത്തും ഹല്ലേലൂയ ആ വചനത്തെക്കുറിച്ചുള്ള ചർച്ച അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്ക ദൈവസഭയിൽ നിന്ന്, ദൈവ മക്കളിൽ നിന്ന് ആ സുവിശേഷം വ്യാപരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ അകത്ത് ദൈവം ഒരു സാക്ഷ്യം തന്ന് എന്നെ രൂപപ്പെടുത്തി എടുത്തുവെങ്കിൽ ദൈവം അടുത്തതായിട്ട് ആഗ്രഹിക്കുന്നത് എന്നിലൂടെ, ഹല്ലേലൂയ, ആമേൻ, ഈ സാക്ഷ്യം അനേകരുടെ അടുക്കൽ എത്തിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു ഭാഗമുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ലോകത്തോട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തിയിട്ട് നമ്മളിലൂടെ ലോകത്തോട് സംവദിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ കേട്ട സുവിശേഷം നമ്മളിൽ രൂപാന്തരം വരുത്തിയതിനു ശേഷം നമ്മളിലൂടെ നമ്മളായിരിക്കുന്ന സമൂഹത്തിലേക്ക് വ്യാപരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാ തെസ്സലോനിക്ക സഭ അവർ കേട്ട സുവിശേഷം കഷ്ടതയുടെ നടുവിലും അവർ വിശ്വാസത്തോടെ സ്വീകരിച്ചപ്പോൾ അവർ രൂപാന്തരം ഉണ്ടായി. രൂപാന്തരം എന്താ? ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീർന്നു. അവരുടെ വിശ്വാസം ലോകം ചർച്ച ചെയ്തു. അവർ മാതൃകയുള്ള ക്രിസ്ത്യാനികളായി മാറി. അവർ ലോകത്തിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുവാൻ ഇടവന്നു. അപ്പം ചുറ്റുവട്ടത്തിലുള്ള സമൂഹം നോക്കുകയാ, എന്താ ഇവർക്കൊരു മാറ്റം, ഇവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു, ഇവരുടെ വിശ്വാസം വർദ്ധിച്ചു, ഇവർ മാതൃകയുള്ളവരായി തീർന്നു. അവൻ ഇവരുടെ പ്രത്യാശയ്ക്കൊരു വ്യത്യാസം വന്നു. ഇവരിൽ ആഗമനമുണ്ടായ വ്യത്യാസത്തിന് കാരണം എന്താ? ഇവർ പോയി ഒരുപക്ഷെ പ്രസംഗിച്ച് കാണത്തില്ല, എന്നാൽ ഇവരിൽ വന്ന മാറ്റത്തിന് കാരണം ആമേൻ അവർ കേട്ട സുവിശേഷമാണെന്നും ആ സുവിശേഷം യേശു ക്രിസ്തുവാണെന്നും ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ വ്യാപരിക്കുമെന്നും അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്നുള്ള സത്യം ആമേൻ മറ്റു സമൂഹങ്ങൾ കേട്ട് മനസ്സിലാക്കിയപ്പോൾ അവരിൽ നിന്ന് ആ ക്രിസ്തു, ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ ഇടവന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ സുവിശേഷം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആമേ സാക്ഷ്യം അകത്തളങ്ങളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളിലൊരു രൂപാന്തരം സംഭവിക്കണം, നമ്മളിലൊരു വ്യതിയാനം സംഭവിക്കണം. നമ്മളിൽ ഉണ്ടാകുന്ന വ്യതിയാനം എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ നമ്മളെ കാണുന്ന സമൂഹം മനസ്സിലാക്കിയിട്ട് അവരന്വേഷിക്കണം, ഇവനെ രൂപാന്തരപ്പെടുത്തിയത് എന്താണ്. അവർക്ക് മനസ്സിലാകും ഈ ലോകത്തിൽ എത്ര വലിയ പാപിയെയും മാനസാന്തരപ്പെടുത്തുവാൻ ക്രിസ്തു എന്ന സുവിശേഷത്തിന് കഴിയുമെന്ന് തിരിച്ചറിയുമ്പോൾ ആമേൻ ജീവിതത്തിലെ സകല ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടവര്, പരാജയപ്പെട്ട് കിടക്കുന്നവര് അവരോടി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. അതിനുവേണ്ടി തയ്യാറാകുവാൻ ദൈവസഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ കേട്ട സുവിശേഷം നമ്മെ രൂപാന്തരപ്പെടുത്തി ആമേൻ നമ്മളിൽ നിന്ന് അത് സമൂഹത്തിലേക്ക് വ്യാപരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം ആമേ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പറയണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താണ് ഞാൻ പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. എനിക്കതിനെക്കുറിച്ച് അറിവില്ലല്ലോ, കഴിവില്ലല്ലോ, ശക്തിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളോട് ഹൃദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്
സുവിശേഷം എന്ന് പറയുന്നത് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുത്തിയ മാറ്റം. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ സുവിശേഷം പറയണം എന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ടെസ്റ്റിമണി പറയുക. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യം എന്താണെന്ന് നമ്മൾ പറയുക. ഞാൻ വളരെ മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയും. നമ്മൾ വിചാരിക്കുന്ന സുവിശേഷം എന്തോ വലിയ തിയോളജിയാണ്. ഇതൊക്കെ പഠിച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വേണ്ടേ പറയാൻ? പ്രൈസലോ. ഇത് ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമല്ല, നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. പ്രൈസലോ. അനുഭവം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഈ സുവിശേഷം എപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തി എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രൈസലോ. അത് എൻ്റെ സാക്ഷ്യമായിട്ട് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് കഴിയുമ്പോൾ അതാണ് സുവിശേഷം. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ. ഒന്നും കൂടെ വ്യക്തമായി പറയാം. യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എന്തായിരുന്നുവെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രൈസലോ. യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എന്തായിരുന്നു? പ്രൈസലോ. ആമേൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് യേശു എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്? പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമതായിട്ട് എപ്പോഴാണ് യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചത്? പ്രൈസലോ. നാലാമതായിട്ട് യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എന്ത് മാറ്റമാണ് എനിക്ക് ഉണ്ടായത്? പ്രൈസലോ. ആമേൻ. ഒന്നുകൂടെ മനസ്സിലാക്കാൻ ചെറുതായിട്ട് പറയാം. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എന്തായിരുന്നു? പ്രൈസലോ. യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം എൻ്റെ ജീവിതം എന്തായി തീർന്നു? പ്രൈസലോ. ഇതാ ടെസ്റ്റിമണി. പ്രൈസലോ. ദൈവമക്കളെ, സുവിശേഷം പറയണമെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ടെസ്റ്റിമണി തന്നെയാണ്. പ്രൈസലോ. യേശു കർത്താവ് ഈ സുവിശേഷം എൻ്റെ ജീവിതത്തിനകത്ത് വരുത്തിയ മാറ്റം എന്താണ്? പ്രൈസലോ. എൻ്റെ ഇന്നലകളിലെ ജീവിതം എന്തായിരുന്നു? ഇന്ന് എൻ്റെ ജീവിതം എപ്രകാരമായി തീർന്നു? ഇതെൻ്റെ കഴിവല്ല, ഇതെൻ്റെ അറിവല്ല, മറിച്ച് ഇത് എൻ്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ട സാക്ഷ്യമാണ്. ആ ജീവനാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത് എന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും. പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ദൗത്യത്തെ കുറിച്ച്. പ്രൈസലോ. നമ്മുടെ അകത്ത് ദൈവം ജീവൻ തന്നു. ആ ജീവൻ നമ്മളിൽ വ്യാപരിച്ചപ്പോൾ രൂപാന്തരം ഉണ്ടായി. നമുക്കുണ്ടായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിലൂടെ ഒരു സാക്ഷ്യമായി സമൂഹത്തിലേക്ക് എത്തുകയാണ്. പ്രൈസലോ. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ദർശിക്കുന്നവര് മനസ്സിലാക്കുകയാണ് നമുക്ക് എന്തോ വ്യത്യാസം ഉണ്ടായി. പ്രൈസലോ. എന്താ വ്യത്യാസം ഉണ്ടായത്? ഇന്നലകളിൽ ഇവർ സഞ്ചരിച്ചതുപോലെ അല്ല, ഇവർ യേശുവിനെ അറിഞ്ഞു. പ്രൈസലോ. ഇവർ യേശു കർത്താവിൽ വിശ്വസിച്ചു, സുവിശേഷത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇവർക്ക് ഈ രൂപമാറ്റം ഉണ്ടായത്, അതുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടായത്. നമ്മുടെ അടുക്കലേക്ക് അവർ വരും, നമ്മളോട് ചോദിക്കും, പ്രൈസലോ, എന്താ നീ ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് സംസാരിക്കാത്തത്, ഇന്നലെ പെരുമാറിയതുപോലെ പെരുമാറാത്തത്, ഇന്നലെ വന്നതുപോലെ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയുവാൻ കഴിയും, ഇന്നലകളിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. എന്നാൽ യേശു കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ, ആ സുവിശേഷം എൻ്റെ അകത്തേക്ക് വന്നപ്പോ, പിതാവിന് എൻ്റെ മേൽ പ്രസാദം തോന്നിയപ്പോ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തി, എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു, എൻ്റെ ജീവിതത്തിൽ സമാധാനം വന്നു, എൻ്റെ ജീവിതത്തിനകത്ത് സന്തോഷം വന്നു, എനിക്കൊരു പ്രത്യാശ ഉണ്ടായി. പ്രൈസലോ. ഇതിന് കാരണക്കാരന് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന എൻ്റെ കർത്താവാണ്. അത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സാക്ഷ്യം തുറന്നു പറയുക നമുക്ക് കഴിയുന്നെങ്കിൽ അത് അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചിട്ട്, പ്രൈസലോ, യഥാർത്ഥത്തിൽ സമൂഹം മനസ്സിലാകുന്നത് പോലെ ഒരു വ്യത്യാസം കണ്ടത് എൻ്റെ ഡിഗ്രി 3rd ഇയറില്ല. പ്രൈസലോ. ഞാൻ 5 വർഷം ഒരു കോളേജിലാണ് പഠിച്ചത്. 5ാമത്തെ വർഷം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സ്പർശിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വചനത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ 5 വർഷം എൻ്റെ
കൂടെ പഠിച്ച സ്നേഹിതർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിന്റെ ജീവിതത്തിൽ ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, കർത്താവിൻ്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും ഈ ഒരു സാക്ഷ്യം പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷ്യം ആരും നമുക്ക് എഴുതി തരേണ്ട ആവശ്യമില്ല, ആരും നമ്മളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വന്നു, എന്ത് രൂപാന്തരമുണ്ടായി, പ്രൈസ് ദി ലോർഡ്, അത് നമുക്കൊരു സാക്ഷ്യമായിട്ട് അനേകരുടെ മുമ്പിൽ പ്രസ്താവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അനേകരുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തുവാൻ കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 9:25. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാവുന്ന ഭാഗമാണ്. കുരുടനായ ഒരു മനുഷ്യൻ, അവനെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കും, ഇവനാണോ, ഇവൻ്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്ത്? കർത്താവ് പറയുന്നു, ഇവനുമല്ല, ഇവൻ്റെ അമ്മയപ്പന്മാരുമല്ല, ഇവനിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ. കർത്താവ് പറയുന്നത് പോലെ ആമേൻ, അവൻ ശിലോഹാം കുളത്തിൽ പോയി ആമേൻ ആ ചേറ് പുരട്ടിയ കണ്ണ് കഴുകിയപ്പോൾ അവൻ എന്തുണ്ടായി? കാഴ്ചയുണ്ടായി. കാഴ്ചയുണ്ടായതിന് ശേഷം പരീശന്മാർ ഇവനെ വിടുന്നില്ല, പുറകെ നടക്കുകയാ. ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? അവൻ ആദ്യം പറഞ്ഞു, യേശു എന്ന് പറയുന്ന ഒരുവൻ വന്ന് എൻ്റെ കണ്ണ് ചേറ് പുരട്ടി ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം ഉണ്ടായി. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അവൻ്റെ അമ്മയപ്പന്മാരോട് ചോദിക്കുക, ആമേൻ, ആരാ ഇവനെ സൗഖ്യമാക്കിയത്? നിങ്ങളുടെ മകന് കണ്ണ് കാണാത്ത മകനായിരുന്നോ? അപ്പോൾ അവർ പറയുന്നു, ശരിയാ, കണ്ണ് കാണാത്തവനാ, എന്നാൽ എങ്ങനെ ഇവന് സൗഖ്യം ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയത്തില്ല, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കാൻ പറയുന്നു. വീണ്ടും പറയുന്നു, യേശുവിനെ കുറിച്ച് അവർ പറയുക, അവനൊരു പാപിയാണെന്ന് പറയുമ്പോൾ ആമേൻ, അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ കണ്ണ് കാണുന്നു. അവനോട് വീണ്ടും ചോദിക്കാം, ആമേൻ, നീ ഇന്നലെ കുരുടനായിരുന്നു, ഇന്ന് നീ കണ്ണ് കാണുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താ? അവന് പറയാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ആര് കടന്നു വന്നു? യേശു ക്രിസ്തു കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കരസ്പർശനം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. ഇന്നലകളിൽ നമുക്കും പറയുവാൻ കഴിയുന്നു, ആത്മീകമായി അന്ധത ബാധിച്ചുകൊണ്ട് ദൈവത്തോട് അകന്ന് നമ്മൾ ജീവിച്ചവരായിരുന്നു. ഇന്ന് ആമേൻ, നമുക്ക് വെളിപ്പാടുകളും ദർശനങ്ങളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു കർത്താവ് ജീവിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. എത്ര പേർക്ക് ഈ സാക്ഷ്യം മറ്റുള്ളവരുടെ മധ്യത്തിങ്കൽ പറയുവാൻ കഴിയും? ഇന്നലകൾ ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ കാഴ്ചയുള്ളവനാണ്. അതിന് കാരണം എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്, എൻ്റെ കർത്താവിലുള്ള വിശ്വാസമാണ്. അത് തിരിച്ചറിയുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമ്മളെ രൂപാന്തരപ്പെടുത്തിയ, നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയ ആ കർത്താവിൻ്റെ സാന്നിധ്യം ആമെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് ഇന്ന് പകൽക്കാലം മഹത്വം കൊടുക്കുവാൻ ആമെ. പ്രൈസ് ദി ലോർഡ്. എന്താണ് സുവിശേഷം? അത് നമ്മുടെ സാക്ഷ്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4:39 കൂടെ വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 4:39. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞുവെന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. പട്ടണത്തിലേക്ക് ചെന്നിട്ട സ്ത്രീ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപിയായിരുന്നു. ഹല്ലേലൂയ. അനേക പാപപ്രവർത്തികൾ ഞാൻ ചെയ്തിരുന്നു, എന്നാൽ യേശു എന്ന ഒരുവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ പാപത്തെ അവൻ ബോധ്യപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്താ അവരുടെ സാക്ഷ്യം? അവർക്ക് പറയാനുള്ള സാക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഞാനൊരു പാപിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പുറമെയുള്ള ഒരു സാഹചര്യങ്ങളെ അല്ല പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അടിഞ്ഞുകൂടിയ പാപത്തിൻ്റെ ആമേൻ പ്രവൃത്തി എന്താണെന്ന് യേശു എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, ആ സാക്ഷ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ശമര്യ പട്ടണത്തിലെ അനേക ആളുകൾ എങ്ങോട്ട് ഓടി വരികയാ? യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ്
ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷം പറയുവാനുള്ള ക്ലാസ്സുകളുണ്ട്. എങ്ങനെ സുവിശേഷം പറയണം, എങ്ങനെ ആളുകളെ സമീപിക്കണം എന്നുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എന്നാൽ ആ ക്ലാസ്സുകളെക്കാളൊക്കെ ഉപരിയായിട്ട് ജനഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എങ്ങനെ സുവിശേഷം മാറ്റം വരുത്തി എന്നുള്ള സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാൻ കഴിയുമ്പോഴാണെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് വേണമെങ്കിൽ ആമേൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അനേക ഉപദേശിമാരെ കണ്ടിട്ടുണ്ട്, ആമേൻ അവർക്ക് വേണമെങ്കിൽ സ്റ്റേജിൽ നിന്ന് അങ്ങനെ വാതോരാതെ പ്രസംഗിക്കാനൊന്നും കഴിയത്തില്ല. അവർ കടന്നു എന്ന് ആമേൻ ഒന്നോ രണ്ടോ വാക്കേ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ ജീവിതം രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അവർക്കിതൊരു അനുഭവമായിട്ട് കൊണ്ട് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്കിതൊരു നോളജ് അല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്കിതൊരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു രൂപാന്തരം നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ വാ തുറന്ന് എന്നെ രൂപപ്പെടുത്തിയത് എനിക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തമൂറ്റി തന്ന നസ്രയനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ്, ആ വിശ്വാസമാണ് എന്നെ രൂപപ്പെടുത്തിയത് എന്നൊന്ന് വാ തുറന്ന് പറയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഇന്നും അനേകരെ രൂപപ്പെടുത്തുവാൻ ആ സാക്ഷ്യത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇപ്പോൾ കപ്പൽ ദുരന്തം ഉണ്ടായി. ആ ഇൻസിഡന്റിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്ത് എത്ര ദിവസമാണ്? അടുത്ത ഒരു ഇൻസിഡന്റ് വരുന്നോടം വരിക. പ്രൈസ് ദി ലോർഡ്. ആമേൻ, അടുത്ത ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. ആമേൻ, ആ ഇൻസിഡന്റ് ചർച്ച ചെയ്ത് എത്ര ദിവസമാണ്? യുദ്ധം ഉണ്ടാകുന്നോടം വരിക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏതൊരു ഇൻസിഡന്റ് ഉണ്ടായാലും അതിനെ ചർച്ച ചെയ്യുന്നതിന് സമയപരിധിയുണ്ട്. എന്നാൽ 2000 പരം വർഷമായിട്ടും ഒരു ഇൻസിഡന്റ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ കഷ്ടാനുഭവങ്ങളാ, അതിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയാ, അതും ലോകത്തിന് കൊടുക്കുന്ന ആ രക്ഷണ്യ പദ്ധതിയാ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റീബാന ഹംദുന രഗദലഗ ജാര ശൗഡബനഗ ജാര. ഇനി ആരും ആ സാക്ഷ്യം വിളിച്ചു പറഞ്ഞില്ലേലോ ഇവിടെ കിടക്കുന്ന കല്ലുകൾ ആർക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മളോട് പറയുകയാ. ഈ ഭൂമിക്ക് പറയുവാനുണ്ട്, സൃഷ്ടികൾക്ക് പറയുവാനുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു കാരണഭൂതനുണ്ട്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കർത്താവുണ്ടെന്ന് അവർക്ക് വിളിച്ചു പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റീബാന ഹംദുന രഗദലഗ ജാര ശംദലരാജസിയ. യുവമക്കളെ, സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എങ്ങനെയാ എന്നെ രൂപാന്തരപ്പെടുത്തിയത്? രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ചില മെസ്സേജുകളുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഹല്ലേലൂയ. കഷ്ടതയിലൂടെ പോകുമ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ദൈവ പൈതലിന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ലഭിച്ച ചില മെസ്സേജുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ മെസ്സേജുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ അതവരെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടവരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആമേ. ഇയ്യോബിൻ്റെ പുസ്തകം 42-ന്റെ 2-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 42-ന്റെ 2-ാമത്തെ വേദഭാഗം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും
ഞാൻ അറിയുന്നു. ആരാ പറയുന്നത്? ഇയ്യോബാ പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? എല്ലാം നഷ്ടപ്പെട്ടിട്ട് ശരീരം ജീർണിച്ച്, ഹല്ലേലൂയ, പ്രാണൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇയ്യോബ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയ ഒരു മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. എന്താ മെസ്സേജ്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ, ആമേൻ. ഈ മെസ്സേജ് ജീവിതത്തിൽ പ്രാപിച്ച ഒരു ദൈവ പൈതല് ഇതേ സാഹചര്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ, ആമേൻ, അവനോട് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഇതൊന്നും അല്ല പറയുന്നത്. അവർ പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്: എൻ്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സാക്ഷ്യം മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ ദൈവമക്കളെ? ആമേൻ. ഈ സുവിശേഷം എന്ന് പറയുന്നത് 10 പേജുള്ള ഒരു എസ്സേ അല്ല. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിമണിയാ. സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ഒരു മെസ്സേജാ. ഹല്ലേലൂയ. ആ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല, എൻ്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. അത് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽക്കാലം കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് പല അസാധ്യ മേഖലകൾ കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുക: എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആമേ, ജീർണിച്ച ഇടത്തു നിന്ന്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് ആമേ മടക്കി കൊണ്ടുവരുക എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിന്റെ ജീർണത ശരീരത്തിനകത്ത് വ്യാപരിച്ചിട്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിത്യ മരണത്തിലേക്ക് നീങ്ങിയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ആ പാപത്തിന്റെ ആഴങ്ങളിൽ നിന്ന്, ആ ജീർണത പിടിച്ച അവസ്ഥകളിൽ നിന്ന് മടക്കി കൊണ്ടുവന്ന് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ പദവിക്കകത്ത് ഇന്ന് പകൽക്കാലം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1:10. പ്രൈസ് ദി ലോർഡ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത്ര ഭയങ്കര മരണത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? വിടുവിച്ചു. ഹല്ലേലൂയ. വിടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മേലാലും വിടുവിക്കും. സ്തോത്രം. ഇതാ മെസ്സേജ്. സ്തോത്രം. വിടുവിച്ചത് അനുഭവമാണെങ്കിൽ ആ അനുഭവത്തിലൂടെ ലഭിച്ച ഒരു മെസ്സേജാ: ഇന്നലെ വിടുവിച്ചെങ്കിൽ ഇന്നും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. മേലാലും എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ആമേൻ. ഒരു ദൈവ പൈതലേ, ആമേൻ, ഈ ഒരു മെസ്സേജ് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് മറ്റുള്ളവരോട് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയണം. ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായിരിക്കാം, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അവനോട് പറയണം: ഇന്നലെ എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്, അവൻ ഇന്ന് വിടുവിക്കും, നാളെയും വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. എന്നോ പരിചയപ്പെട്ട ഒരു ദൈവമല്ല. സ്തോത്രം. ഇന്നും വളരെ ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. എന്നോ കേട്ട ഒരു ദൈവശബ്ദം അല്ല നമ്മളെ നടത്തുന്നത്. ആമേൻ. ഇന്നും സംസാരിക്കുന്ന ദൈവശബ്ദം. ഹല്ലേലൂയ. നാളെ എൻ്റെ കരത്തിൽ പിടിച്ചിട്ടൊന്ന് ഉറപ്പ് തരുന്ന ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഇന്നലെ വിടുവിച്ചു, ഇന്ന് വിടുവിക്കും, നാളെയും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ ഞാൻ നിർത്തട്ടെ. സ്തോത്രം. ഒന്ന് നമ്മുടെ ടെസ്റ്റിമണിയാണ്. സ്തോത്രം. ടെസ്റ്റിമണി എന്താ? യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു, യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ ആരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 2, പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ മെസ്സേജ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം എന്നെ വിടുവിക്കും, മേലാലും വിടുവിക്കും. ഇതൊരു മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകരുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ ഇടവരും. 3-ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 69:9 വായിച്ചേ. സങ്കീർത്തനങ്ങൾ 69:9. സ്തോത്രം. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. സ്തോത്രം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ഒരു വാക്യോട് വായിച്ച് യിരെമ്യാ പ്രവചനം 20:9. സ്തോത്രം.
യിരെമ്യാ പ്രവചനം 20. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, ആ അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വഹിയാതെയായി. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ദൈവമക്കൾക്കും ദൈവം കൊടുക്കുന്ന ഒരു ആത്മഭാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനം 69:9 നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രാവചനിക ദൂത. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആ എരിവ് അതിനുവേണ്ടി അനേകരെ ആഹ്വാനം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് തന്നെ സമനാക്കി എന്നുള്ളത് കൊണ്ട് താൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു, അകത്ത് എന്തുണ്ടായി? ഒരു എരിവുണ്ടായി. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവചനം 20:9 കാണുന്നത്, ഞാൻ ഇനി അവനെ ഓർക്കത്തില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞാലും അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് എന്ത് പറ്റുകയാ? തീ കത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല, പറയത്തില്ലെന്നൊക്കെ പറഞ്ഞാലോ എൻ്റെ അകത്തൊരു എരിവാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അകത്തൊരു കത്തല. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ സമ്മർദ്ദത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ മാറിയിരുന്നു പറയും, ഇനി ഞാൻ ഈ പ്രസംഗിക്കത്തില്ല. ഞാൻ മാറിയിരുന്നു പറയും, ഇനി ഞാൻ സാക്ഷ്യം പറയത്തില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ദൈവമക്കളെ, സുവിശേഷത്തിന് വേണ്ടി നമ്മളെ സജ്ജമാക്കുന്ന ഒരു കത്തല് അകത്തളങ്ങളിൽ ദൈവം തന്നിട്ടുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഈ കത്തലുണ്ടായി അനേകര് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അനേക ഭക്തന്മാര് അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു കത്തല്, ആ കത്തലിനനുസരിച്ച് സഞ്ചരിച്ചപ്പോൾ ഇന്ന് സമൂഹത്തിൻ്റെ നടുവിൽ അനേകരെ ചേർത്തു പിടിക്കുന്ന അനേകർക്ക് ആശ്വാസമായി തീരുന്ന, അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന പ്രൈസ് ദി ലോർഡ് ദൈവ പ്രവൃത്തിയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സഭയെ തന്നെ നോക്കിയാൽ പ്രൈസ് ദി ലോർഡ്, ഒരു ഭക്തനായ മനുഷ്യന് ദൈവം അകത്ത് കൊടുത്തൊരു കത്തല. പ്രൈസ് ദി ലോർഡ്. ആ കത്തലിനനുസരിച്ച് അവരോടി അധ്വാനിച്ചു പ്രയത്നിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അനേകരെ ഇതിനകത്ത് ദൈവം ചേർത്ത് വെക്കുവാൻ ഇടവന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു കത്തല് തരുന്നെങ്കിൽ നമ്മൾ മിണ്ടാതെ ഇരിക്കരുത്. ആ കത്തലിനനുസരിച്ച് പ്രാർത്ഥനയോടെ നിയോഗം പ്രാപിച്ച് മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ അനേകരുടെ ജീവിതത്തെ വിടുവിക്കുവാനുള്ള ഒരു ദൈവ പ്രവൃത്തിയായിട്ട് അത് മാറുവാൻ ഇടവരുമെന്ന് ദൈവത്തിൻ്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യലേഖനം 4:18 ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പോഴും നല്ല കാര്യത്തിന് എരിവ് കാണിക്കുന്ന നന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പോഴും നല്ല കാര്യത്തിന് എന്ത് വേണം? ഒരു എരിവുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ദൈവം പകർന്ന ഒരു സാക്ഷ്യമുണ്ട്. അത് തൻ്റെ പുത്രനെ കുറിച്ചുള്ള സാക്ഷ്യമാ. അതിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് നിത്യജീവന്റെ അനുഭവങ്ങളെ പ്രാപിക്കുക ദൈവം അവസരം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തിരിക്കുന്ന സാക്ഷ്യം നമ്മളിൽ മാത്രം ഇരിക്കുവാനുള്ളതല്ല, അത് അനേകരോട് ഷെയർ ചെയ്യണം. എങ്ങനെ ഷെയർ ചെയ്യണം? അത് നമ്മുടെ ഒരു ടെസ്റ്റിമണി ആയിട്ട് പറയാം. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ജീവിതത്തിൽ ലഭിച്ച ഒരു മെസ്സേജ്, അതിനെക്കുറിച്ച് പറയാം. പ്രൈസ് ദി ലോർഡ്. അല്ല നമ്മുടെ അകത്തളങ്ങൾ ഉണ്ടായ ഒരു എരിവ്. പ്രൈസ് ദി ലോർഡ്. ആ എരിവിനനുസരിച്ച് നമ്മൾ ചലിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ അനേകരുടെ രൂപാന്തരത്തിന് അത് കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ.